യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കപ്പെട്ട വാർത്ത രാജ്യം കാത്തിരുന്ന ഒന്നാണ്. തൂക്കിലേറ്റപ്പെടാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് വധശിക്ഷ മരവിപ്പിച്ചുകൊണ്ടുള്ള യമൻ സർക്കാരിൻ്റെ ഉത്തരവിറങ്ങിയത്. യമനിലെ പ്രമുഖ സുഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലായിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായി നിർണായക ഇടപെടൽ നടത്തിയത്. ഇദ്ദേഹവുമായി കാന്തപുരം AP അബൂബക്കർ നടത്തിയ ഇടപെടലാണ് നാളെ നടപ്പാക്കേണ്ടിയിരുന്ന വധശിക്ഷ മരവിപ്പിച്ചത്. ലോകപ്രശസ്ത പണ്ഡിതരും തത്വചിന്തകരും എഴുത്തുകാരും ഉൾപ്പെടുന്നതാണ് ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ ശിഷ്യന്മാർ. അദ്ദേഹത്തിന് കാന്തപുരം ഉസ്താദുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയിലെ മരവിപ്പിക്കൽ. നയതന്ത്രപരമായി ഇന്ത്യക്ക് യമൻ സർക്കാരിൽ ഇടപെടൽ നടത്താൻ സാധ്യമല്ലെന്ന സാഹചര്യം നിലനിൽക്കെയായിരുന്നു കാന്തപുരത്തിന്റെ മധ്യസ്ഥ ശ്രമം നടന്നത്. ഹൂതികളുടെ നിയന്ത്രണമുള്ള സനയിലെ ജയിലിലായിരുന്നു നിമിഷപ്രിയ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ ഒരു പരിധി ഉണ്ടായിരുന്നു എന്നാണ് അറ്റോർണി ജനറൽ R വെങ്കടരമണിയും പ്രതികരിച്ചത്. വധശിക്ഷയ്ക്ക് പകരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് ദിയാദനം നൽകി പ്രായശ്ചിത്തം നടത്താൻ ഇസ്ലാമിൽ വ്യവസ്ഥയുണ്ട് എന്നതനുസരിച്ചാണ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നത്. കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി പോലും ആശയവിനിമയം നടത്താനും സാധ്യമായത്. കുടുംബങ്ങൾക്ക് പുറമെ ഗോത്രങ്ങൾക്കിടയിലും ദമാർ പ്രദേശവാസികൾക്കിടയിലും വളരെ വൈകാരിക പ്രശ്നമായ ഒരു കൊലപാതകമായിരുന്നു തലാലിൻ്റേത്. അതുകൊണ്ടുകൂടിയാണ് ഇത്രയും കാലം ആർക്കും തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയാതിരുന്നതും. മനുഷ്യനെന്ന നിലയ്ക്കാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധത്തിൽ ഇടപെട്ടത്. ഇസ്ലാം മനുഷ്യത്വത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നൊരു മതമാണ്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ സാധ്യമായത് ചെയ്യണമെന്ന് യമനിലെ മതപണ്ഡിതരോട് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നുമാണ് കാന്തപുരം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇന്ത്യയിലെ സുന്നി മുസ്ലിം സമുദായത്തിലെ ഏറ്റവും മുതിർന്നതും സ്വാധീനവുമുള്ള സമുദായ നേതാക്കളിൽ ഒരാളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. 1939 മാർച്ച് 22 കോത്താരിയിൽ അജ്മദ് ഹാജിയുടെയും കുഞ്ഞിമ്മ ഹജ്ജുമ്മയുടെയും മകനായാണ് ഇദ്ദേഹം ജനിക്കുന്നത്. പിതാവ് അഹമ്മദ് ഹാജി ഖുറാൻ പണ്ഡിതൻ ആയിരുന്നു. തന്റെ 12ാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. നാട്ടിൽ നിന്ന് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ അബൂബക്കർ മുസ്ലിയാർ ഉപരിപഠനത്തിന് ചേർന്നത് വെല്ലൂർ ബാഗ്യാദു സിലിഹാദിലാണ്. പഠനം കഴിഞ്ഞ് തിരിച്ചു വന്ന അദ്ദേഹം ഒരു സമ്പൂർണ്ണ സുന്നി പ്രവർത്തകനായി. എന്നാൽ സമസ്തയുടെ പിളർപ്പിന് തുടക്കം കുറിച്ചപ്പോൾ ഒരു വിഭാഗത്തിന്റെ നേതാവാകുകയും അണികളെ സമ്പാദിക്കുകയും ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ കാരന്തൂർ പ്രദേശത്തു നിന്നുമാണ് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് കാന്തപുരം തുടക്കമിട്ടത്. പിന്നീട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് തൻ്റെ സ്ഥാപനമായ മർക്കസ് സഖാഫത്തു സുന്നിയ വളർത്താനായിരുന്നു. മർക്കസ് സ്ഥാപനങ്ങളുടെ ചാൻസലറായ കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാർ ഒരു സംഘടനയെ മുഴുവൻ സ്വന്തം ചുമലിൽ വഹിക്കുന്ന നേതാവ് കൂടിയാണ്. ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം. പലവിധ കോഴ്സുകളിലായി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഇന്ന് മർക്കസ്. 1962 തന്റെ 25ാം വയസ്സിൽ പൂനൂരിന് സമീപം മങ്ങാട് ജുമാ മസ്ജിദിലാണ് ദർസ് ആരംഭിച്ചത്. 1970 കോളിക്കൽ ജുമാ മസ്ജിദിലേക്ക് മാറിയ അദ്ദേഹം 6 വർഷത്തിന് ശേഷം സ്വന്തം നാടായ കാന്തപുരം ജുമാ മസ്ജിദിലെ ദർസ് ചുമതലയേറ്റു. പിന്നീട് കുന്നമംഗലത്തിനടുത്ത് കാരന്തൂരിൽ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു. 1981 മുതൽ 1988 വരെ മർക്കസ് ശരിയ വിഭാഗം തലവനായും 1988 മുതൽ ചാൻസലറായും സേവനം ചെയ്യുന്നു. 1974 മുതൽ ഏപ്രിലിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറൽ അംഗമായി. പിന്നീട് അതിന്റെ ഓഫീസ് സെക്രട്ടറിയായും ജോയിന്റ് സെക്രട്ടറിയുമായി. 1976 സംഘടന അഖിലേന്ത്യാ തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ 3 അംഗ സമിതിയിൽ അംഗമായി. 1975 മുതൽ 1989 വരെ സമസ്ത കേരള സുന്നി യുവജന സംഘം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 1996 മുതൽ 2004 വരെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു. 1987 കേരള ഹജ്ജ് കമ്മിറ്റി അംഗം, അറബി പാഠപുസ്തക പരിശോധന കമ്മിറ്റി അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ശേഷം സമസ്തയിലുണ്ടായ ചില പ്രശ്നങ്ങളാൽ 1988 സമസ്ത പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അന്നു മുതൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. 1992 അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ നിലവിൽ വന്നപ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറിയായി. 1993 തന്നെ കോഴിക്കോട് സംയുക്ത ഖാദിയായി ബയ്യത്ത് ചെയ്യപ്പെട്ടു. 2019 ഡൽഹിയിൽ നടന്ന ഗരീബ് നവാസ് സമാധാന സമ്മേളനത്തിൽ ഒരു വിഭാഗം മുസ്ലിം പണ്ഡിതർ അദ്ദേഹത്തെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായി പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ സുന്നി സൂഫി ധാരയിലെ പരമോന്നത നേതാവായി അദ്ദേഹത്തെ അനുയായികൾ കരുതുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഒരാൾ ഈ പദവിയിലെത്തുന്നത്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രബലമായ സുന്നികളിലെ വലിയൊരു വിഭാഗത്തിനെ പതിറ്റാണ്ടുകളോളം ആശയപരമായും സാമൂഹ്യപരമായും നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് AP അബൂബക്കർ മുസ്ലിയാർ. കേരളത്തിൽ മുസ്ലിം മത സമൂഹത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യപരമായി ആക്രമിക്കപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് കാന്തപുരം. മുസ്ലിം മത സംഘടനകൾ സാമ്പ്രദായികമായി പിന്തുടരുന്ന രാഷ്ട്രീയ ചായ്വുകളിൽ നിന്നും വിഭിന്നമായി ചിന്തിച്ചതിന്റെ പേരിൽ ഏറെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് കാന്തപുരം. നിരവധി വാദപ്രതിവാദങ്ങളിലും മറ്റും പങ്കെടുത്ത കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. അറബി, ഇംഗ്ലീഷ്, ഉറുദു, തമിഴ്, മലയാളം എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുള്ള മത പണ്ഡിതനാണ് ഇദ്ദേഹം.
ഭാര്യയും 6 മക്കളുമുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോടിനടുത്ത് കാന്തപുരത്താണ് കുടുംബസമേതം താമസിക്കുന്നത്. 90 വയസ്സിനോടടുത്ത് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആ മനുഷ്യൻ ഒരു ജീവന് വേണ്ടി ഇടപെടുന്ന ഒരു കാഴ്ച മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന മതനേതാക്കളും ആശയപ്രചാരകരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്.